ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 16 വേയുടെ സിംഗിൾ ഫേസ് ഡി ബി ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഫുൾ കണക്ഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പല ടൈപ്പ് എം സി ബികൾ, പല ആംബിയർ എം സി ബികളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് ഓരോ സർക്യൂട്ടിന് സെപ്പറേറ്റ് ഉള്ള എം സി ബികളാണ് കൊടുത്തിരിക്കുന്നത്. അത് C10, C20, C16 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എം സി ബികളുടെയും മുകളിലായിട്ട് ആംബിയർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഓരോ എം സി ബിയുടെയും ആംബിയർ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സർക്യൂട്ടുകൾ കൊടുക്കുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മീറ്റർ ബോക്സിൽ നിന്നും സിംഗിൾ ഫേസ് നേരെ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ്. ഐസൊലേറ്ററിൽ നിന്ന് നേരെ RCCBയിലേക്ക് വരുന്നു. RCCBയിൽ നിന്നാണ് ഈ പറയുന്ന ഓരോ സെക്ഷൻ എം സി ബികളിലേക്ക് വരുന്നത്. അപ്പോൾ എം സി ബികളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആംബിയർ അനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യാനായിട്ട്. ഇതാണ് RCCB വരുന്നത്. RCCB 30 മില്ലി ആംബിയർ അല്ലെങ്കിൽ നമ്മൾ 40 ആംസ്, ഇതാണ് നമ്മൾ സാധാരണ സിംഗിൾ ഫേസിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 40 ആംസിൻ്റെ തന്നെ ഐസൊലേറ്ററാണ് ഉപയോഗിക്കുന്നത്. ഐസൊലേറ്റർ ജസ്റ്റ് ഒരു സ്വിച്ച് പോലെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഐസൊലേറ്ററിൻ്റെ ആവശ്യമുണ്ടെന്ന്. ഐസൊലേറ്റർ മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു സ്വിച്ച് ഓഫ് എന്ന രീതിയിൽ, ഓൺ ഓഫ് സ്വിച്ച് എന്ന രീതിയിൽ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഐസൊലേറ്റർ കൊടുക്കുന്നത്. അത് അത്ര ആംബിയർ ഉണ്ട്, 40 ആംബിയർ. ആദ്യമേ തന്നെ ഐസൊലേറ്ററിലേക്കാണ് നമ്മൾ മീറ്റർ ബോക്സിൽ നിന്നും നേരിട്ട് സപ്ലൈ വരുന്നത്. അതിൽ നിന്ന് നേരെ വരുന്ന RCCBയിലേക്കാണ്. RCCB നമ്മൾ എർത്ത് ലീക്കേജ് കറണ്ട്, അതായത് എർത്തായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് ന്യൂട്രൽ ആണെങ്കിൽ ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ RCCB കൊടുത്തിരിക്കുന്നത്. അത് നീല ഒറ്റ ബട്ടൺ കാണുന്ന RCCB, ബാക്കിയെല്ലാം കാണുന്ന MCB സെക്ഷനാണ്. അപ്പോൾ RCCBയിൽ നിന്ന് നേരെ പോകുന്നത് MCBA സെക്ഷനിലേക്കാണ്. MCBകളുടെ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓരോ സർക്യൂട്ടിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടോ, ഈ കാണുന്ന എല്ലാ MCBകളുടെ ഓരോന്നിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഔട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ആയതുകൊണ്ട് നമ്മൾ RCCBയുടെ ഫേസ് ഔട്ട് നേരെ വരുന്നത് MCBകളുടെ താഴെ സെക്ഷനിലേക്ക് എല്ലാം കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടർ സെക്ഷൻ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഇൻവെർട്ടറിൻ്റെ ഔട്ടും ഇന്നും സെപ്പറേറ്റ് മാറ്റി കൊടുക്കുന്നു. കണ്ടോ, ഇത് നമ്മൾ അതിൻ്റെ താഴത്തെ ലിങ്കറിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്ന ടെസ്റ്ററിൽ കാണിച്ചു തന്നാണ്. അതിനുശേഷം നേരെ പോകുന്നത് ഓരോ പവർ സർക്യൂട്ടിൻ്റെ ഔട്ടാണ്. അപ്പോൾ ഓരോ പവർ സർക്യൂട്ടും നമ്മൾ എത്ര ആംബിയറാണ് എടുക്കുന്നത്, ഹീറ്റർ എത്രയാണ്, വാട്ടർ ഹീറ്റർ എത്രയാണ്, പവർ പ്ലഗുകൾ എത്രയാണ്, മോട്ടറിൻ്റെ എത്രയാണ്, ഇത്ര ആംബിയറൊക്കെ നമ്മൾ കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം ഓരോ MCBകളുടെ ഔട്ടിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് ഓരോ സെക്ഷനിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ടുകളും നമ്മൾ വലിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് MCB സെലക്ഷൻ, എങ്ങനെയാണ് സർക്യൂട്ടുകൾ എങ്ങനെ വലിക്കുന്നത്, ഇതൊക്കെ അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.